കേരളീയം നടത്തിയപ്പോൾ സ്പോൺസർഷിപ്പ് എന്ന് പറഞ്ഞ് വ്യാപാരി വ്യവസായികളിൽ നിന്നും ക്വാറി മാഫിയകളിൽ നിന്നുമൊക്കെ സ്പോൺസർഷിപ്പ് കളക്ട് ചെയ്തു. അങ്ങനെ വന്നപ്പോൾ എന്ത് സംഭവിച്ചു? അവരോടൊക്കെ കണക്ക് പറഞ്ഞ് കുടിശ്ശികയില്ലാതെ വരുമാനം സമാഹരിക്കാൻ പറ്റാത്ത ഒരവസ്ഥ വന്നു. അങ്ങനെ പല കാരണങ്ങൾ കൊണ്ടാണ് ഇപ്പോ നാം കാണുന്ന ഇത്ര രൂക്ഷമായ ധനപ്രതിസന്ധി സംസ്ഥാനങ്ങൾ ഈ കേരളത്തില് ഉടലെടുത്തിരിക്കുന്നത്. എല്ലാ മേഖലകളിലും ശ്രദ്ധയോടെ കാര്യങ്ങൾ നടത്തിക്കൊണ്ടു പോകണമെന്ന് ആഗ്രഹിച്ച് തന്നെയാണ് ധനമന്ത്രി ശ്രീ ബാലഗോപാൽ മനസ്സിലാക്കുന്നിടത്തോളം ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്നത്. പക്ഷേ അദ്ദേഹത്തിന് എന്ത് ചെയ്യാൻ പറ്റും? അതായത് ധനമന്ത്രിയുടെ താല്പര്യപ്രകാരമല്ല എല്ലാ വകുപ്പുകളും, അതുപോലെ ഏത് വകുപ്പിന്റെയും താല്പര്യപ്രകാരവുമല്ല, ഒരുപക്ഷെ മുഖ്യമന്ത്രിയുടെ താല്പര്യപ്രകാരമാണ് പല ചെലവുകളും എങ്ങോട്ട് വേണം എങ്ങോട്ട് വേണ്ട, അതായത് വകുപ്പ് മാറ്റലും മറ്റൊക്കെ അത് CAG ഒക്കെ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്.